അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള PSC ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു 5 ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: എ ഷോപ്പ് കീപ്പർ സെൽസ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ ലോസ് ഓഫ് 10%. Had he sold it for rupees 150 more, he would have gained 5%. What is the cost price of the article? ഈ ചോദ്യങ്ങൾ നമ്മൾ മലയാളത്തിലും കൂടി ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഈ സ്ക്രീനിലെ ഒരു സ്പേസ് കുറയും എന്നുള്ളത് കൊണ്ടാണ്, എനിക്ക് എഴുതാനൊക്കെ ഉള്ള ഒരു സ്പേസ് കുറയും എന്നുള്ളത് കൊണ്ടാണ് അതുകൂടി ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് എന്തായാലും ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങളുണ്ടാവും. ചോദ്യം ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 10% നഷ്ടത്തിൽ വിറ്റു. അയാൾ 150 രൂപയും കൂടെ കൂട്ടി വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് 5% ലാഭം കിട്ടിയേനെ. എങ്കിൽ ഈ സാധനത്തിൻ്റെ വാങ്ങിയ വില അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ എ ഷോപ്പ് കീപ്പർ സെൽസ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ ലോസ് ഓഫ് 10%. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, 10% നഷ്ടത്തിൽ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് 100% ആയിരിക്കും, ലോസ് 10% ആയിരിക്കും, സെല്ലിംഗ് പ്രൈസ് 90% ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് 90% ആയിരിക്കും. ഹാഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ 150 മോർ, അയാൾ 150 രൂപയും കൂടെ കൂട്ടി വിറ്റിരുന്നെങ്കിൽ അയാൾക്ക്, അതായത് ഇപ്പോഴത്തെ ഈ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് അയാൾ ഒരു 150 രൂപയും കൂടെ കൂട്ടി വിറ്റിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ഗെയിൻഡ് 5%. അയാൾക്ക് 5% ലാഭം കിട്ടിയേനെ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര? 100%. പ്രോഫിറ്റ് എത്ര? 5%. സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടും? 105% കിട്ടത്തില്ലേ? അതായത് മക്കളെ 90% ആയിരുന്ന ഈ സെല്ലിംഗ് പ്രൈസ് 105% കൂടിയേനെ. 90% 105% കൂടുക എന്ന് പറയുമ്പം എത്ര ശതമാനം കൂടി? 90 105 ആയപ്പോൾ എത്ര കൂടി? 15% കൂടിയില്ലേ? അതായത് ഉത്തമ 15% കൂടിയത് കൊണ്ടാണ് 150 രൂപ കൂടിയത്. അപ്പൊ 15% 150. 1% എത്ര ആയിരിക്കും? 10 ആയിരിക്കും. 150/15 എത്ര കിട്ടും? 10. 1% 10. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ആയിട്ട് എടുത്തിരിക്കുന്നത്? കോസ്റ്റ് പ്രൈസിനെ നമ്മൾ 100% എടുത്തിരിക്കുന്നത്. അതെ, 100%. 100% എത്ര ആയിരിക്കും? 1% 10 ആണെങ്കിൽ 100% 1000 ആയിരിക്കത്തില്ലേ? യെസ്. സോ ആൻസർ എത്ര? ഓപ്ഷൻ ബി. അപ്പോൾ നിങ്ങൾ ഒരു സംശയം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നിക്കാണും, സാർ ഇവിടെ ഏത് 100% എടുക്കണം, അല്ലെ ഏത് കോസ്റ്റ് പ്രൈസ് എടുക്കണം? ഈ 100% എടുക്കണോ അതോ ഈ 100% എടുക്കണോ? അപ്പോൾ നിങ്ങൾ പറയും, ഇവിടെ ഏത് 100% ഏതെടുത്താലും രണ്ടും സെയിം അല്ലേ, രണ്ടും 100% അല്ലേ? പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഈ 100%മേ എടുക്കാവൂ. കാരണം ഇതാണ് അവിടെ ശരിക്കും നടന്ന ട്രാൻസാക്ഷൻ. ഇത് എന്ന് പറയുന്നത് അയാളുടെ ഇമാജിനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ യെല്ലോയിലുള്ള കോസ്റ്റ് പ്രൈസ് എടുക്കാവൂ. റെഡ് അല്ലെങ്കിൽ അത് ഏത് കളറാണ്? റെഡ് കളർ കോസ്റ്റ് പ്രൈസ് എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇമാജിനേഷൻ ആണ്. ഇത് ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇറ്റ്സ് എ പോസിബിലിറ്റി. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇതാണ് റിയാലിറ്റി. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഏതേ എടുക്കാവൂ? ഈ യെല്ലോ കോസ്റ്റ് പ്രൈസ് നിങ്ങൾ എടുക്കാവൂ. കാരണം അതാണ് ശരിക്കും നടന്നത്. മറ്റേത് പോസിബിലിറ്റി ആണ്. ഞാൻ 150 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു തന്നെ. പക്ഷേ ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് മീൻസ് ഫൈൻഡ് ദി ആക്ച്വൽ കോസ്റ്റ് പ്രൈസ്. സോ നിങ്ങൾ എപ്പോഴും ഏതേ എടുക്കാവൂ? ആദ്യത്തേതേ എടുക്കാവൂ. സോ ആൻസർ എത്ര? ഓപ്ഷൻ ബി. യെസ്. അടുത്ത ചോദ്യം: ദ റേഷ്യോ ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് എ മദർ ആൻഡ് ഹെർ ഡോട്ടർ ഈസ് 5:2. 5 years ago, the ratio of their ages was 10:3. What is the present age of the daughter? നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഏജസിൽ നിന്ന്, വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ റേഷ്യോ ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് എ മദർ ആൻഡ് ഹെർ ഡോട്ടർ ഈസ് 5:2. അല്ലേ? അമ്മയും മകളും, മദറും ഡോട്ടറും തമ്മിലുള്ള ഇപ്പോഴത്തെ റേഷ്യോ എത്രയാണ്? 5:2 ആണ്. 5:2. 5 years ago, 5 വർഷം മുൻപ് അവരുടെ വയസ്സ് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 10:3 ആണ്. 10:3 ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വളരെ പെട്ടെന്ന് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇപ്പോഴത്തെ വയസ്സും അതിന് ഒരു കമ്പയർ ചെയ്യാനായിട്ട് വേറൊരു വയസ്സും തന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം, അതായത് ഒരു പാസ്റ്റ് ഓർ ഫ്യൂച്ചർ ഏജ് തന്നിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് എത്ര വർഷത്തെ വ്യത്യാസമുണ്ട്? 5 വർഷത്തെ വ്യത്യാസമുണ്ട്. ഇൻറ്റു നമുക്കൊരു പ്രസൻറ്റ് റേഷ്യോ കാണും 5:2. അതല്ലാത്തൊരു റേഷ്യോയും കാണും. ഏതാ?
10:3. അതിൻ്റെ വ്യത്യാസം എടുക്കുക. 10ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 7. ഡിവൈഡഡ് ബൈ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ് എന്നൊക്കെ പറയും. പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ഗുണിക്കുക, 5 ക്രോസ് ആയിട്ട് ഗുണിക്കുക. 5 × 3 15. ഇങ്ങനെ ഗുണിക്കുക, 10 × 2 20. ഈ 15 20 തമ്മിലുള്ള വ്യത്യാസം മൈനസും പ്ലസും ഒന്നുമില്ല. വലുതിന് ചെറുത് കുറച്ചങ്ങ് എഴുതിയാൽ മതി. എത്ര കിട്ടും? 5. അതുകൊണ്ട് ഇതിനെ ഹരിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7. ഒന്നുകൂടെ പറയാം. ആദ്യം ഈ 2 ടൈം പീരീഡും തമ്മിലുള്ള ഗ്യാപ്പ് എടുക്കുക. എത്ര കിട്ടി? 5 വർഷം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? പ്രസൻറ്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോൻ്റെ ഡിഫറൻസ് എടുക്കുക. 10 ൽ 3 കുറയ്ക്കുക. എത്ര കിട്ടി? 7. പിന്നെയോ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 3 15, 10 × 2 20. അത് തമ്മിൽ കുറയ്ക്കുക 5. അതുകൊണ്ട് ഇതിനെ ഹരിക്കുക. അപ്പോൾ വെട്ടിക്കളയുമ്പോൾ എത്ര കിട്ടും? 7. ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഈ 7നെ നമ്മൾ എന്ത് ചെയ്യുക? പ്രസൻറ്റ് റേഷ്യോയിലിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. അതായത് പ്രസൻറ്റ് റേഷ്യോ മദർ ഈസ് ടു ഡോട്ടർ എത്ര? 5:2. രണ്ടിനെയും എന്ത് ചെയ്യുക? 7 കൊണ്ട് അങ്ങ് ഗുണിക്കുക. അപ്പോൾ അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 7 × 5 35. മകളുടെ വയസ്സെന്ന് പറഞ്ഞാൽ 7 × 2 14. ഇവിടെ ആരുടെയാണ് ചോദിച്ചിരിക്കുന്നത്? മകളുടെ വയസ്സല്ലേ? മകളുടെ വയസ്സ് എത്ര? 14. നോക്കിക്കേ, ഓപ്ഷൻ സി 14. ശരിയാണോ? യെസ് 14 എന്ന് നമുക്ക് ആൻസർ കിട്ടും. യെസ്. സോ ആ ഒരു ഏജസിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഉദ്ദേശിച്ച കളറല്ല വന്നത്, യെല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പൈപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 10 hours. പൈപ്പ് ബി ക്യാൻ ഫിൽ ഇറ്റ് ഇൻ 15 hours. Both the pipes are open together, but pipe B is closed after 3 hours. What is the total time taken to fill the tank? Okay, so നമുക്ക് 2 പൈപ്പുകളുണ്ട്, പൈപ്പ് എയും പൈപ്പ് ബിയും. ഈ പൈപ്പ് എയുടെ ടൈം എത്ര? 10 മണിക്കൂർ. പൈപ്പ് ബിയുടെ ടൈം എത്ര? 15 മണിക്കൂർ. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നിരിക്കുന്ന സമയത്തിൻ്റെ LCM എടുക്കുക. 10ൻ്റെയും 15ൻ്റെയും LCM എടുക്കുക. 10 15 LCM എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം, ഏറ്റവും ചെറുതായിരിക്കണം. അപ്പോൾ 10ൻ്റെയും 15ൻ്റെയും മൾട്ടിപ്പിളിൽ ഏറ്റവും ചെറുത് ഏതാ? 30. ഓക്കെ, അപ്പോൾ ടൈം കിട്ടി. ഇനി നമുക്ക് അടുത്ത വേണ്ട സാധനമാണ് എന്ത്? എഫിഷ്യൻസി വേണം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. ടൈം ആൻഡ് വർക്കിൽ 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. എന്തൊക്കെ? വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം ആയിരിക്കും. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എഫിഷ്യൻസി വേണം. എഫിഷ്യൻസി വർക്ക് 30, ടൈം 10. 30/10 3. ബിയുടെ എത്ര ആയിരിക്കും? വർക്ക് 30, ടൈം 10. എത്ര കിട്ടും? 2. ഇനി ചോദ്യത്തിലെ പ്രശ്നം എന്താ? ബോത്ത് ദ പൈപ്സ് ആർ ഓപ്പൺ ടുഗദർ. പൈപ്പ് ബി ഈസ് ക്ലോസ്ഡ് ആഫ്റ്റർ 3 hours. ഈ ബി എന്ന് പറയുന്ന പൈപ്പിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട് എപ്പോഴാണ്? 3 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലേ? അപ്പം നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? 3 മണിക്കൂർ വരെ ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു എന്നല്ലേ? അപ്പോൾ ആ ഒന്നിച്ചുണ്ടായിരുന്ന സമയം അവർ എന്തുമാത്രം വർക്ക് ചെയ്തു? അതായത് കംപ്ലീറ്റഡ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ എത്ര? 3 മണിക്കൂർ ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു എന്ന് പറയുമ്പം 3 മണിക്കൂർ എയും വർക്ക് ചെയ്തു, ബിയും വർക്ക് ചെയ്തു. അതായത് എയുടെ എഫിഷ്യൻസി ആയ 3ഉം ബിയുടെ എഫിഷ്യൻസി ആയ 2ഉം കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ എത്രയായി? 5 എഫിഷ്യൻസി വർക്ക് ചെയ്തു. എത്ര മണിക്കൂർ? 3 മണിക്കൂർ. അപ്പോൾ അപ്പം എത്രയായി? 15 യൂണിറ്റ് വർക്കായി, അല്ലേ? 15 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് എത്ര ചെയ്യാനുള്ളത്? ബാലൻസ് എത്ര? ആകെ 30 അല്ലേ മക്കളെ? അതിൽ 15 ചെയ്തു. ഇനി എത്ര ഉണ്ട്? ബാക്കി 15 ഉണ്ട്. ആ 15 ചെയ്യാനായിട്ട് ഇനി ആരേ ഉള്ളൂ? എയേ ഉള്ളൂ. കാരണം ബി പൂട്ടി. അപ്പം എയ്ക്ക് വേണ്ട ടൈം നമുക്ക് കണ്ടുപിടിച്ചൂടെ? എയ്ക്ക് വേണ്ട ടൈം എത്ര? വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. വർക്ക് എത്ര ചെയ്യാനുള്ളത്? 15. അതിനാര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. അപ്പോൾ എയുടെ മാത്രം എഫിഷ്യൻസി എത്ര കിട്ടും? 5, അല്ലേ? ചോദ്യം എന്താ? വാട്ട് ഈസ് എ ടോട്ടൽ ടൈം? ടോട്ടൽ ടൈം ചോദിച്ചാൽ എയും ബിയും കൂടെ ആദ്യം എത്ര സമയം വർക്ക് ചെയ്തു? 3 മണിക്കൂർ വർക്ക് ചെയ്തു.
പിന്നെ അവസാനം പാവം എ ഒറ്റയ്ക്ക് എത്ര വർക്ക് ചെയ്തു? 5 മണിക്കൂർ. അപ്പോൾ ടോട്ടൽ ടൈം എത്ര? 5 3 8 മണിക്കൂർ. 8 മണിക്കൂർ. അല്ലാതെ ഇവിടെ ഓപ്ഷനിൽ 5 കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ 5 കിട്ടിയല്ലോ, ബിക്കും എയ്ക്ക് മാത്രം ബാക്കി ജോലി ചെയ്യാൻ 5. അതല്ല ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, എയ്ക്ക് എത്ര സമയം വേണം ബാക്കി ജോലി ചെയ്യാൻ? ഹൗ മച്ച് ടൈം, വാട്ട് ഇസ് ദ ടൈം റിക്വയർഡ് ഫോർ എ ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്? ബാക്കി ജോലി ചെയ്യാൻ എയ്ക്ക് എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ 5 എന്ന് എഴുതിക്കുക. പക്ഷേ ആകെ എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ എയും ബിയും കൂടെ ആദ്യം 3 മണിക്കൂർ ചെയ്തു, എ ഒറ്റയ്ക്ക് അവസാനം 5 മണിക്കൂർ. അപ്പോൾ 5 3 8 മണിക്കൂർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. യെസ്, ആൻസർ 8 hours. അടുത്ത ചോദ്യം നോക്കാം. 5 years ago, the average age of Prakash and Ajay was 15 years. The average age of Prakash, Ajay and Ramesh at present is 30 years. What will be the Ramesh age after 5 years? അപ്പോൾ നോക്കിക്കേ, 5 years ago, ഇനി മൈനസ് ഇട്ട എഗോ എന്നാണ് കേട്ടോ. 5 years ago ആരുടെയൊക്കെയാണ്? പ്രകാശ് ആൻഡ് അജയ്. അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 15. 5 years ago the average age of Prakash and Ajay was 15 years. 5 വർഷം മുമ്പ് എത്രയാണ്? 15 ആയിരുന്നു ആവറേജ്. ആവറേജ് 15 എന്ന് പറഞ്ഞാൽ സം എത്ര ആയിരിക്കും? രണ്ടുപേരുടെ ആവറേജിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാലാണ് എന്ത് കിട്ടുക? തുക കിട്ടുക. അപ്പോൾ 15 × 2 30 ആയിരിക്കും. ശരാശരി രണ്ടുപേരുടെ ശരാശരി 15 എന്ന് പറഞ്ഞാൽ അവരുടെ തുക എത്ര ആയിരിക്കും? ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ തുക കിട്ടും. 15 × 2 30 ആണേ. അതെ. ദി ആവറേജ് ഏജ് ഓഫ് പ്രകാശ്, അജയ് ആൻഡ് രമേഷ് അറ്റ് പ്രസന്റ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പ്രകാശിൻ്റെയും അജയ്ക്കും ഇപ്പം എത്ര വയസ്സുണ്ടായിരിക്കും? ഇപ്പം എത്ര വയസ്സുണ്ടായിരിക്കും? 5 വർഷം മുമ്പ് 30 ആണ്. അപ്പം ഇപ്പോഴോ 30 പ്ലസ് പ്രകാശിനും 5 വയസ്സ് കൂടി, എന്തായിരുന്നു, അജയ്ക്കും 5 വയസ്സ് കൂടി എന്ന് പറയുമ്പോൾ 30 പ്ലസ് 10 40 ആയിരിക്കും ഇവന്മാരുടെ ഇപ്പോഴത്തെ വയസ്സ്. ഇപ്പോഴത്തെ വയസ്സ്. ഇനി ഈ കൂട്ടത്തിലേക്ക് വേറൊരാളുകൂടെ വരുന്നു. ആരാണ്? പ്രകാശ് പ്ലസ് അജയ് പ്ലസ് രാകേഷ്. രാകേഷോ രമേഷോ വരികയാണ്. അവരുടെ ആവറേജ് എത്ര? ഇപ്പോഴത്തെ ആവറേജ് എത്ര? 30 വയസ്സ്. 30 വയസ്സ്. അവരുടെ ഇപ്പോഴത്തെ ആവറേജ് എത്രയാണ്? 30 വയസ്സ് അല്ലേ? യെസ്. അപ്പോൾ ഈ 30 വയസ്സ് ഇപ്പോഴത്തെ അവരുടെ ആവറേജാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അവരുടെ സം എത്ര ആയിരിക്കും? 3 പേരില്ലേ? 3 പേരുടെ ആവറേജ് 30 ആണെങ്കിൽ അവരുടെ സം എത്ര ആയിരിക്കും? 90 വയസ്സായിരിക്കും. 90 വയസ്സ്. അപ്പം നമ്മൾ നോക്കുമ്പം ഇവിടെ നോക്കിക്കുക, വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ പോലെ എഴുതാം, കാര്യമൊന്നുമില്ല. പ്രകാശ് പ്ലസ് അജയ് എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര വയസ്സുണ്ട്? 40 വയസ്സ്. പ്രകാശ് പ്ലസ് അജയ് പ്ലസ് രമേഷ് എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര വയസ്സുണ്ട്? 90 വയസ്സുണ്ട്. 90 വയസ്സുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 40 എന്ന് പറയുന്നത് പ്രകാശും അജയും 40 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും രമേഷിൻ്റെ വയസ്സ് എത്ര ആയിരിക്കും? അല്ലേ? പ്രകാശിനും അജയ്ക്കും കൂടെ 40 ഉണ്ട്, രമേഷിൻ്റെയും കൂടെ കൂട്ടിയപ്പോഴല്ലേ 90 വന്നത്. അപ്പോൾ രമേഷിൻ്റെ വയസ്സ് എത്ര ആയിരിക്കും? 50 വയസ്സായിരിക്കത്തില്ലേ? അപ്പോൾ രമേഷിന് ഇപ്പം എത്ര വയസ്സുണ്ട്? 50 വയസ്സുണ്ട്. പക്ഷേ ചോദ്യം എന്താ? വാട്ട് വിൽ ബി ദി ഏജ് ഓഫ് രമേഷ് ആഫ്റ്റർ 5 years? 5 വർഷം കൂടെ കഴിഞ്ഞാലോ? 10 years, സോറി 5 അല്ല 10 years. 10 വർഷം കൂടെ കഴിഞ്ഞാൽ രമേഷിൻ്റെ വയസ്സ് എത്ര? 50ൻ്റെ കൂടെ 10 കൂടെ കൂട്ടുക, എത്ര കിട്ടും? 60. അല്ലാതെ ഓപ്ഷനിൽ 50 കിടപ്പുണ്ട്. രമേഷിൻ്റെ വയസ്സ് കണ്ടു. ചിലർക്ക് അങ്ങനെ, അവർക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ബാക്കി ക്വസ്റ്റ്യൻ നോക്കത്തില്ല. അവർ അന്വേഷിച്ച് പോയത് രമേഷിൻ്റെ വയസ്സാണ്, അത് കിട്ടി, ഓക്കെ, ഉടനെ ആൻസർ മാർക്ക് ചെയ്തു എ എന്ന്. കറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും നോക്കുന്നത്, അയ്യോ 10 കൊല്ലം, അത് ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കുക, സമാധാനത്തോടു കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ എത്ര കിട്ടി? 60. ഓപ്ഷൻ സി. PSC പരീക്ഷയാണ്, ഓൺലൈൻ എക്സാം അല്ല. തെറ്റി മാർക്ക് ചെയ്താൽ വീണ്ടും മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ആൻസർ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് പല പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ആൻസർ കൺഫേം ചെയ്യണം. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചാൽ പിന്നെ അതിൻ്റെ ഒരു വീണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, 60. അടുത്ത ചോദ്യം. ദി ആവറേജ് ഓഫ് 11 numbers is 50. If the average of first 6 numbers is 49 and the average of last 6 numbers is 52. Okay. The average of 11 numbers is 50. അപ്പോൾ നമുക്ക് 11 നമ്പർ വേണം. 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ. ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 6 numbers, ഫസ്റ്റ് 6 നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 ഇത്രയും. ഫസ്റ്റ് 6 നമ്പറിൻ്റെ ആവറേജ് എത്ര? 49.
49. അപ്പോൾ അതിൻ്റെ സം എത്ര 49 ഇൻറ്റു 6 9 ഇൻറ്റു 6 54 ശിഷ്ടം 5 6 ഇൻറ്റു 4 24 5 29 ആണേ. ഇനി എന്താ അടുത്ത 6 നമ്പർ 1. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ദി ആവറേജ് ഓഫ് ലാസ്റ്റ് 6 1 2 3 4 5 6 ലാസ്റ്റ് 6 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അതിൻ്റെ ആവറേജ് എത്ര പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ആവറേജ് എത്ര? 52. അപ്പോൾ അതിൻ്റെ സം എത്ര ആയിരിക്കും? 52 ഇൻറ്റു 6 6 2 12 അല്ലേ? 6 2 12 6നെ 2 കൊണ്ട് ഗുണിച്ചാൽ 12 ശിഷ്ടം 1 കിട്ടും. 6 ഇൻറ്റു 5 31 31 312 എന്ന് കിട്ടും. 312 എന്ന് കിട്ടും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ 6th നമ്പർ? ആറാമത്തെ നമ്പർ എത്ര എന്നല്ലേ ചോദ്യം? ആറാമത്തെ നമ്പർ. അതിൽ ഈ ആറാമത്തെ ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദി ആവറേജ് ഓഫ് 11 നമ്പേഴ്സ് ഈസ് 50. ആവറേജ് ഓഫ് 11 നമ്പേഴ്സ്, അതായത് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ അതിൻ്റെ പറഞ്ഞിട്ടുണ്ട് ആവറേജ് ഓഫ് 11 എത്ര? ആവറേജ് ഓഫ് 11 നമ്പേഴ്സ് 50 അല്ലേ? അപ്പോൾ സം എത്ര ആയിരിക്കും? 11 ഇൻറ്റു 50 എത്ര കിട്ടും നമുക്ക്? 550. അപ്പോൾ ഈ 6 എണ്ണത്തിൻ്റെ ആവറേജ് എത്ര കിട്ടുന്നു? 294. അവസാനത്തെ 6 എണ്ണത്തിൻ്റെ ആവറേജ് എത്ര കിട്ടുന്നു? 312. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എത്ര ആയിരിക്കും? 294 പ്ലസ് 312. 4 2 6 9 1 10 3 2 5 1 606. 606. ഈ 606-നൊരു കുഴപ്പമുണ്ട്. എന്താ? ഇങ്ങോട്ട് ശ്രദ്ധിച്ച മക്കളെ, എടാ 11 നമ്പറിൻ്റെ ആവറേജ് 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സം എത്ര കിട്ടി? 550 കിട്ടി. അതെന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, 3 4 5 6 7 8 9 10 ഈ 11 നമ്പറൂടെ കൂട്ടിയതാ. പക്ഷേ ഈ ഗ്രീൻ കളർ സമ്മിൻ്റെ പ്രത്യേകത, ഇതിനകത്തിൽ നിങ്ങൾ ഈ നമ്പർ കണ്ടോ? ഏത് നമ്പർ? ഈ നമ്പർ, ഈ ആറാമത്തെ നമ്പർ. അതെന്താ? അത് ഈ 294 എന്ന് പറയുന്ന സമ്മിലും 312 എന്ന് പറയുന്ന സമ്മിലും രണ്ടിലും വന്നിട്ടുണ്ട്. ഏത് നമ്പർ? ഈ ആറാമത്തെ നമ്പർ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 606-നകത്തിൽ ആറാമത്തെ നമ്പർ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഇത് വ്യത്യാസം വന്നത്. അപ്പോൾ ആറാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ കുറച്ചാൽ മതി. 550 എന്ന് പറയുന്ന തുകയ്ക്കകത്തിൽ എല്ലാ നമ്പറും 1 പ്രാവശ്യം ഇതേ വന്നിട്ടുള്ളൂ. പക്ഷെ 606 എന്ന് പറയുന്ന തുകയ്ക്കകത്തിൽ ആറാമത്തെ നമ്പർ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 550-ഉം 606-ഉം തമ്മിൽ കുറച്ചാൽ എക്സ്ട്രാ ആ ഒരു നമ്പർ നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ആറാമത്തെ നമ്പർ വേണമെങ്കിൽ ഇത് തമ്മിൽ കുറച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ 606 മൈനസ് 550 എത്ര കിട്ടും? 56. 56 ഓപ്ഷനിലുണ്ടോ? യെസ്. ശരിയാണോ? യെസ്. 56 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 ചോദ്യങ്ങളാണ് ചെയ്തത്. 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇതേപോലെ ഈ ആഴ്ച തന്നെ അടുത്ത ഒരു ക്ലാസ് കൂടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ PSC, സാധാരണ PSCയുടെ പിള്ളേർ എന്നെ ചീത്ത വിളിക്കും. കാരണം സാറ് ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു ക്ലാസ് ചെയ്തെടുത്തുള്ളൂ. ഇനി മുതൽ അങ്ങനെയല്ല, എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരു 2 ക്ലാസ് വീതം എങ്കിലും PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പം ഇതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ വീഡിയോ കാണുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിലാണ്. എത്രത്തോളം ഫലപ്രദമാകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി വീണ്ടും അടുത്തൊരു ക്ലാസ്സിലൂടെ കാണാം. സോ താങ്ക് യു സോ മച്ച്.